അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷം? സുഖം തന്നെയല്ലേ? മഴയൊക്കെ ഉണ്ട് എല്ലാവർക്കും? നല്ല മഴയില്ല. ഇന്ന് ഇവിടേക്ക് കുറച്ച് കുറവുണ്ട്. ഇന്നായിട്ട് പക്ഷെ എന്നാലും രാത്രി ആകുമ്പോഴത്തേനും നല്ല മഴയാണ്. വെള്ളപ്പൊക്കം എല്ലായിടത്തും വാർത്തകൾ കാണുന്നുണ്ട്. എന്താണില്ലേ, പെരയുടെയൊക്കെ മുക്കാൽ ഭാഗം വെള്ളത്തിലാണ്. അതേമാതിരി പെര മൂടിക്കണു, ഭക്ഷണം കിട്ടാതെ, പുറത്തിറങ്ങാൻ പറ്റാതെ, പീടിയിൽ പോകാൻ പറ്റാതെ, ഒരു വെള്ളം പോലും കിട്ടാതെ കുടിവെള്ളം തരുമോയെന്ന് വിളിച്ച് ചോദിക്കണം, കുപ്പിവെള്ളം തരുമോയെന്ന് വിളിച്ച് ചോദിക്കണ ആൾക്കാർ. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചേക്കണേ. 2018, 2002, 2004, 2006 ഇങ്ങനെയുള്ള കാലഘട്ടത്തിലൊന്നും നമുക്ക് ഇങ്ങനെയുള്ള ദുരിതങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് തോന്നിയിട്ട് ആരോ ഒരാൾ ഇങ്ങനെ പറയണം കേട്ടോ അതിനെപ്പറ്റി. അന്നൊക്കെ നമുക്ക് പുഴയിൽ നിന്ന് മണലെടുക്കായിരുന്നു. പെരപ്പണിക്കും അല്ലാത്തതിനായിട്ട് മണൽ വാരിക്കൊണ്ട് പോകണ എല്ലാ പരിപാടി ഉണ്ട്. അന്നൊക്കെ പുഴയിൽ കൂടെ വെള്ളം വന്നാൽ വെള്ളത്തിന് സുഖമായിട്ട് പുഴയിൽ കൂടെ പോകാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏത് പുഴയിൽ പോയി നോക്കിയാലും മണ്ണ് കൂടിക്കിടക്കുകയാണ്, മണൽ കൂടിക്കിടക്കുകയാണ്. മണലും ചെളിയും ഒക്കെ കൂടിയായിട്ട് ഇങ്ങനെ കൂടിക്കിടക്കണ കാരണം കൊണ്ട് വെള്ളത്തിന് പുഴയിൽ ഒരുപാട് വെള്ളം വന്നു കഴിഞ്ഞാൽ ആ സാധാരണ ഒഴുകുന്ന വെള്ളം അല്ലാതെ പരിധി കൂടുതൽ വെള്ളം വരുമ്പോൾ അത് പോകാനുള്ള ഇടമില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ തെറ്റാണെങ്കിൽ പൊറുക്കണേ. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു ചിന്താഗതിയിൽ പറയണതാണ്. അപ്പോൾ നമ്മളെ ഇപ്പോൾ ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ഭാരതപ്പുഴയിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണൽ വന്നിട്ട് ഇങ്ങോട്ട് കുന്നുകൂടി കിടക്കുകയാണ്. അപ്പോൾ ആ മണലൊന്നും ഇല്ലായിരുന്നെങ്കിൽ ആ പുഴ കുറച്ചും കൂടിയൊക്കെ നല്ല ആഴം ഉണ്ടാവും. അപ്പോൾ ആ ആഴത്തിൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഉണ്ടാവും. ഇതിങ്ങനെ മണൽ മലമാതിരി വന്ന് കിടക്കുന്നത് കാരണം കൊണ്ട് വെള്ളം ഒരുപാട് പരിധി വിട്ട് വരുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കരയിൽ കയറും. അപ്പോൾ അതിൻ്റെ സമീപത്ത് താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ള നിയമങ്ങൾ നമ്മളെ നാട്ടിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ഇത്രയും കരയിലേക്ക് വെള്ളം കയറാൻ തുടങ്ങിയത്. മറ്റത് പറഞ്ഞാൽ ലോറികൾ വന്ന് ഇഷ്ടം പോലെ ഈ എംസാൻഡ് വന്നതിന് ശേഷമാണ് ഈ ഒരു പരിപാടി വന്നത്. കാരണം പുഴയിൽ നിന്ന് മണലെടുക്കാൻ പാടില്ല എന്നുള്ളൊരു ഇത് വന്നത് ഈ എംസാൻഡ് വന്നതിന് ശേഷമാണ്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല, ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല. ഇത്രത്തോളം വെള്ളക്കെട്ട് ഇതൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ വെള്ളം പോയാൽ അതിൻ്റെ മറ്റൊരു വശം കൂടിയുണ്ട്. ആദ്യമൊക്കെ നമുക്ക് ആർക്കും അങ്ങനെ മതിൽക്കെട്ടുകൾ ഉണ്ടായിരുന്നില്ല, റോഡ് ഇൻ്റർലോക്ക് ഇല്ല, മുറ്റം ഇൻ്റർലോക്ക് ഇല്ല. ഇത് ഇന്നിപ്പോൾ ഒരു സ്ഥലം വാങ്ങി ഒരു 10 സെൻറ്റിലൊരു പെര വെക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ 4 പുറം മതിൽ കെട്ടിയാൽ ആ 10 സെൻറ്റ് ഉള്ളിൽ മൊത്തം ഇൻ്റർലോക്ക് ഇട്ട് പതിച്ച് വെക്കുകയാണ്. അപ്പോൾ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യങ്ങളും ഇല്ലാതെയായി. പുഴയിൽ കൂടെ പോകുന്ന വെള്ളത്തിന് സുഗമമായിട്ട് പോകാനും പറ്റാതെയായി. ഇതെല്ലാം മതിൽക്കെട്ടുകൾ വന്ന കാരണം. മറ്റത് വെള്ളത്തിന് സൗകര്യമുള്ള വഴി കൂടെ വെള്ളത്തിന് അങ്ങോട്ട് ഒഴുകിപ്പോകായിരുന്നു. ഇപ്പോൾ അതിനൊന്നും ഒരു സൗകര്യം ഇല്ലാതായപ്പോൾ വെള്ളക്കെട്ടുകൾ കൂടി. ഇപ്പോൾ ആ വെള്ളമൊക്കെ ഇനി ഒന്ന് ഇറങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര ദിവസം മഴ പെയ്യാതിരിക്കണം? 4-5 ദിവസം മഴ പെയ്യാതിരുന്നാൽ ആ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുള്ളൂ. ഒരു പഞ്ചായത്ത് റോഡാണെങ്കിൽ പോലും കോൺക്രീറ്റും ഇൻ്റർലോക്കും ആണ്. നമ്മളെ വീട്ടിൽ വികസനം കൂടുന്തോറും അപകടങ്ങൾ കൂടുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, വികസനം എത്രത്തോളം നമുക്ക് കൂടണോ അത്രത്തോളം അപകടങ്ങളും കൂടുന്നുണ്ട്. അത് ഈ വീടുകളുടെ പരിസരങ്ങളിലാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇപ്പോൾ ഹൈവേ റോഡായിക്കോട്ടെ, എന്നാലും വേണ്ടില്ല. ഹൈവേ റോഡാണെങ്കിൽ അതിനു വേണ്ടി മലകൾ ഇടിച്ച് കെട്ടിപ്പൊക്കി കോൺക്രീറ്റും കല്ലും വെച്ച് പാർത്തുണ്ടാക്കണത് മൊത്തത്തിൽ ഇടിഞ്ഞ് വീണ് വീടിൻ്റെ മേലേക്ക് വരുന്നു. അപ്പോൾ അതിലും അപകടം തന്നെയാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ എത്രയോ കുടുംബങ്ങൾ അങ്ങനെ ആളുകൾ മരിച്ചു പോയി, വീടുകൾ നശിച്ചു പോയി, വെള്ളങ്ങൾ തിരിഞ്ഞു വന്ന് അവറ്റൊക്കെ ജീവിതമാർഗ്ഗമില്ലാതെ ഹൈവേ റോഡ് ഇതിൻ്റെയൊക്കെ പരിപാടി കാരണം കൊണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ വേണ്ടിയാണല്ലോ ഈ വികസനങ്ങൾ മൊത്തം വരുന്നത്. അപ്പോൾ മനുഷ്യൻ ബുദ്ധിമുട്ടാനുള്ള വികസനങ്ങൾ ഈ പറയുന്ന മാതിരി അത് ആവശ്യമാണോ? പഴയ കാലത്തൊക്കെ ചിന്തിച്ചു നോക്കി, ഇങ്ങനെ ഒരു വെള്ളക്കെട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെള്ളം പൊങ്ങലോ ഇതൊന്നും ഉണ്ടാവില്ല. കാരണം അന്നൊക്കെ ഇപ്പോൾ എഴുതിയിരുന്ന അതേമാതിരില്ല മഴ. എന്നാൽ അന്നത്തെ മഴയുടെ അത്രയൊന്നും ഇന്ന് മഴ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം ഒരു 30 വർഷം മുമ്പൊക്കെ ഇപ്പോൾ എഴുതിയിരുന്ന മഴയ്ക്ക് യാതൊരു കണക്കും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ അന്നൊക്കെ 6 മാസം മഴയായിരിക്കും, 6 മാസം മഴയാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എപ്പോഴെങ്കിലും ചിലപ്പോൾ 4 മാസം 3 മാസം പെയ്യേണ്ട മഴ ഒറ്റ ട്രിപ്പിന് അങ്ങോട്ട് പെയ്യും, നിന്നുകൊണ്ടാണ് പെയ്യും. 2 മണിക്കൂർ നിൽക്കാതെ നന്നായിട്ടില്ല മഴ പെയ്താൽ നമ്മളെ റോഡും മറ്റേ വഴികളും എല്ലാം പുഴയും എല്ലാം നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കാരണം വെള്ളത്തിന് പോകാനുള്ള സൗകര്യങ്ങളില്ല, അതാണ് പ്രശ്നം. മഴ ചെറുതായിട്ട് പെയ്യുന്ന മഴ വലിയ മഴകളാകാൻ തുടങ്ങി, വെള്ളത്തിന് പോകാനുള്ള സൗകര്യം ഇല്ലാതെയായി തുടങ്ങി. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകളും കൂടാൻ തുടങ്ങി.
എത്ര ജനങ്ങളാണ് ക്യാമ്പിലേക്ക് മാറിയിട്ടുള്ളത്. അതും വീടൊക്കെ 3/4 ഭാഗം വെള്ളത്തിൽ. ഇനി ആ വീടുകളൊക്കെ ഒന്ന് നേരാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ആ വീട്ടിലൊക്കെ ധൈര്യമായിട്ട് എങ്ങനെ പോയി കിടക്കും? ആ വീടുകളിലൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. തറ വരെ വെള്ളത്തിൽ നിന്ന് എത്ര ദിവസങ്ങളോളം വെള്ളത്തിൽ നിന്നിട്ട് അൽഹംദുലില്ലാ റബ്ബേ സോറി കേട്ടോ. അപ്പോൾ എത്ര ദിവസങ്ങളോളം വെള്ളത്തിൽ നിന്നിട്ട് എടുക്കുമ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നിയ അഭിപ്രായം തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. നമ്മളെ പുഴകളിൽ നിന്നൊക്കെ ഈ കുംഭമീനമാസം ആകുമ്പോഴത്തേനൊക്കെ വെള്ളം ഇറങ്ങും, മണലെടുക്കാൻ തുടങ്ങും. ആ മണലെടുക്കാൻ ഉള്ള അനുമതി കൊടുക്കണം. കുറേയൊക്കെ പുഴ താന്നു കഴിഞ്ഞാൽ അതിൽ കൂടെ വെള്ളം പോകാനുള്ള സൗകര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ, ഉറപ്പ് ഞാൻ പറയുന്നില്ല, ഒരു പക്ഷേ പുഴയിൽ നിന്നുള്ള വെള്ളക്കയറ്റം നമുക്ക് ചുരുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു ചെറിയ ബുദ്ധിയിൽ തോന്നിയതാണ്. അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.